ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ കുഞ്ഞ് ജനിച്ച മുതൽ അവനെ ഇങ്ങനെ ഇതിന്റെ പാരമ്പര്യ ആദിവാസി ഗ്രൂപ്പിൽ നിന്നാണ്. ഞങ്ങൾ പാലക്കാട്ടിൽ നിന്നാണ് വരുന്നത്. ഇവര് മണ്ണാർക്കാട്. ഈ കുഞ്ഞിന് എപ്പോഴും ബ്ലഡ് വീട്ടിൽ ആർക്കൊക്കെ ഈ പ്രശ്നമുണ്ട്? ഇവർക്ക് 5 പേർക്ക് അവിടെ രോഗം. ഇവരിന്റെ ഒരു സ്ഥലത്ത് മാത്രം. പിന്നെ ആദിവാസി ഗ്രൂപ്പിൽ ഒരുപാട് ജനത്തിന് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ രോഗങ്ങളുണ്ട്. ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്താണ്? അനീമിയ പോലെ വരും, അങ്ങനെയല്ലേ? അനീമിയ രോഗം, ബ്ലഡ് പറ്റിപ്പോണ രോഗമാണ്. അപ്പോൾ ഈ കുഞ്ഞ് അണുവേദനകളിലാണ്, അത് ഭാരപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് ബ്ലഡ് കയറ്റണം, മരുന്നുകൾ എത്ര കഴിച്ചാലും മാറില്ല. അങ്ങനെയുള്ള ഒരു രോഗമായിരുന്നു. അങ്ങനെ വന്നു നമ്മുടെ അടുത്തേക്ക് ഇവിടെ കൊണ്ടുവരുന്നു. 1 വർഷം മുന്നേ ഞങ്ങൾ ഈ കുഞ്ഞു വന്നില്ല, ഇവള് വന്നു. ഇവള് വന്നിലൂടെ ഇവിടെ ദൂത് ഫസ്റ്റിലൂടെ ദൈവം പറഞ്ഞു, അപ്പോൾ നിന്റെ പാരമ്പര്യത്തിന്റെ രോഗമായിട്ട് ഒരു കുഞ്ഞുണ്ട്, അവന് ഇന്ന് വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞു. ആ ദിവസം മുതൽ ഇന്നു വരെ ആ രോഗമില്ല. അപ്പോൾ അതിന്റെ ഒരു അടയാളം കൂടി നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണം. ഈ 3 പോയിന്റ് ബ്ലഡാണ് ഈ കുട്ടിനെ ടെസ്റ്റ് ചെയ്താൽ ഉണ്ടാവുക. പിന്നെ ബ്ലഡ് കയറ്റിയാൽ ഒരാഴ്ചൻ്റെ ഉള്ളിൽ ആ ബ്ലഡ് കുറയും. വീണ്ടും അങ്ങനെ വന്നിട്ടാണ് ആ കുട്ടിക്ക് എവിടെ ഒരുപാട് സഭകളിൽ എത്തി, ഒരുപാട് ഇതിൻ്റെ മന്ത്രവാദം കഴിഞ്ഞു, ഒരുപാട് എത്തി. അപ്പോൾ എടുത്തു പറയാം, ഒരുപാട് സഭകളിൽ ഒരുപാട് ദൈവദാസന്മാരുടെ അടുത്ത് ഇനി അങ്ങനെ എല്ലാവരും എത്തി. അപ്പോൾ കർത്താവ് ഒരു വാക്ക് പറയണ്ടേ, ഞാൻ നിന്റെ ദൂതനെ വിടും. നമ്മൾ ദൈവത്തിൻ്റെ ദൂതൻ, ഒരു പ്രവാചകന്റെ ശബ്ദം കേൾക്കണം. ആ പ്രവാചകന്റെ ശബ്ദം കേട്ട് അനുസരിക്കുന്നവർക്ക് ദൈവം വിടുതൽ തരും. അത് ആ ദൈവത്തിന്റെ ഒരു ദൂതനെ പോലെ ഇന്ന് നമ്മൾക്ക് പ്രവാചകന്റെ ദൂത് പോലെ ഞാൻ എൻ്റെ അടുത്ത് വന്നു. അതിൽ സമാധാനം കിട്ടിയപ്പോൾ എനിക്ക് എൻ്റെ വലിയൊരു സാക്ഷ്യങ്ങളുണ്ട്. ഈ സാക്ഷ്യത്തിലൂടെ ഞാൻ ഇവര് പറയാണ്, ഒരുപാട് ജനത്തിനെ ഈ കുഞ്ഞിലൂടെ ഞങ്ങളുടെ അവിടെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ വിടുവിച്ചു. പിന്നുപാസ്റ്റിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു. ഇതെല്ലാം ഒന്നും ഞങ്ങൾക്ക് 1 റുപ്യ സ്തോത്ര പൈസ പോലും ഈ സഭയിൽ ഞങ്ങൾ ഇന്ന് വരെ കൊടുക്കാൻ കഴിയാത്തവരാണ്. ഞങ്ങൾ പാലക്കാട്ടിൽ നിന്ന് 50, 100, 25, 75 പേര് വരുന്നത്. ഒരു 50 രൂപ അല്ലെങ്കിൽ 1 രൂപ ഞങ്ങൾക്കിവിടെ കൊടുത്തിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ആ പാലക്കാട് ചർച്ചിലുള്ള എല്ലാവരെയും ഇന്ന് ജീവനോടെ സത്യത്തെ ദൈവത്തെ മുറുകപ്പെടുത്തുന്ന ഒരു സഭ. 1 രൂപ ഞങ്ങളുടെ ഇന്ന് പാസ് ഇന്നു വരെ ചോദിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഇന്നു വരെ അങ്ങോട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാം അവിടെ വന്നിരിക്കുമ്പോൾ ദൈവം കാണിച്ചു തന്നും വിളിച്ച് കർത്താവ് വിടുതൽ കൊടുത്തവരാണ്. ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. കർത്താവ് പുറകെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് വരും. അങ്ങനെ ഈ കുടുംബത്തിൽ ഈ കുഞ്ഞ് വന്ന ശേഷം 5 പേർക്കും അവിടെ സമാധാനമുണ്ട്. ഈ കുഞ്ഞിന് ദൈവം ഇപ്പൊ 9.9 ബ്ലഡ് ഉണ്ട് ടെസ്റ്റ് ചെയ്തപ്പോ. നേരത്തെ ടെസ്റ്റ് ചെയ്ത 3 ഉള്ളായിരുന്നു, ഇന്ന് 9.9 ഉണ്ട്. അന്ന് കൈയടിച്ച് യേശുവേ എന്ന് ഉറക്കെ വിളിക്കാൻ പറ്റുന്ന ആളുകള് കൈയടിച്ച് യേശുവിന്റെ സ്തോത്രം. ദൈവം ഒരുപാട് അത്ഭുതങ്ങൾ ഈ സഭയിൽ വന്ന ശേഷം ഞങ്ങളുടെ എല്ലാവരുടെയും പാലക്കാട് ചർച്ചയ്ക്ക് ഞാൻ ഒരുപാട് ഓടിയവളാണ്. ഇതുപോലൊരു സമാധാനം, ഇതുപോലൊരു ദൈവത്തിന്റെ കൃപ എനിക്ക് ഇന്ന് വരെ എവിടെയും കിട്ടിയിട്ടില്ല. ദൈവത്തിന്റെ ഒരു അത്ഭുതം. ഞങ്ങൾ എന്ത് പറയാം, കൂലിപ്പണിക്ക് ഞങ്ങളുടെ ചർച്ചയിൽ എല്ലാവരും കൂലിപ്പണിക്ക് പോയിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കണവരാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ടാണ്. ഞങ്ങൾ ഫോൺ ചെയ്തിട്ട് ഇവിടെ വന്നിട്ടേ ഇല്ല. എപ്പോൾ വരുമ്പോഴും എൻ്റെ കൂടെ പുതിയ ആൾക്കാരുണ്ടാവും. ഒരു മറി പോലും ഫോൺ ചെയ്തിട്ട് വന്നിട്ടില്ല. ഞങ്ങളുടെ ഇന്ന ഒരു പ്രോബ്ലം ഇവിടെ പറഞ്ഞിട്ടില്ല, ഇന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ എല്ലാം വരുന്ന സമയങ്ങൾ ആരാണോ പ്രോബ്ലക്കാർക്ക് അവർക്കും എല്ലാം വിടുതൽ കൊടുത്തു. ആ വിടുതലിന്റെ അനുഭവം കൊണ്ട് മാത്രമാണ് ഇന്ന് ഞങ്ങൾ അവിടെ നിന്ന് പുലർച്ചെ 4 മണിക്ക് 3 മണിക്ക് എഴുന്നേറ്റ് കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് 2 മണിക്കൂർ നടന്നിട്ടാണ് ഇവര് ആരാധനയ്ക്ക് വന്ന് ബസ് സ്റ്റാൻഡ് എത്തേണ്ടത്. അവിടെ നിന്ന് അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഈ കുഞ്ഞുങ്ങളെ എടുത്തിട്ട് വന്ന് ഞങ്ങൾ രക്ഷപ്പെടണം. അപ്പോൾ എല്ലാവർക്കും ഒരു കാര്യം സത്യം അറിയണം, ദൈവം വിളിക്കുന്നവനെ ദൈവം ഒരിക്കലും കൈവിടില്ല. അതിന് നമ്മൾക്ക് വേണ്ടി മുന്നിൽ ഒരു ദൂതം വരും. അത് എവിടെയാണ്, ആരാണ്, എന്താണെന്ന് നമ്മളൊന്ന് കാണണം. കണ്ടിട്ട് അവിടെ എത്തിയാൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇതിനൊരു ഉറപ്പാണ്. ഞങ്ങളുടെ കൂട്ടത്ത് ഒരുപാട് ആൾക്കാരെ, ഈ ഒരു കുഞ്ഞ് മാത്രമാണ് ഇവരായിട്ട് എത്തി. പക്ഷെ 5 പേർക്ക് ആ രോഗത്തിൽ നിന്ന് സമാധാനമുണ്ട്. പിന്നെ അതിനേക്കാളും വലുത്, എന്ത് ചെയ്താലും ഈ കുട്ടിക്ക് മരുന്ന് ഏൽക്കില്ല. പിന്നെ എന്ത് വന്നാലും ഒരു മരുന്ന് കൊടുത്ത് ആ കുഞ്ഞിന് മാറും. അപ്പൊ അങ്ങനെ ഇന്നൊരു കുഴപ്പം. 1 വർഷമായിട്ട് ആ രോഗം വന്നിട്ടേ ഇല്ല. ഇപ്പൊ എന്തൊക്കെ രോഗം വന്നാലും ഞങ്ങൾ പോയി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ രോഗം അവന് കാണുന്നേ ഇല്ല. ബ്ലഡ് വറ്റുന്നതാണ് ആ രോഗം. പക്ഷെ 9.9 ബ്ലഡ് ഉണ്ട്. ഒരിക്കലും കുറഞ്ഞിട്ടില്ല. അതിന് ശേഷം അത് ദൈവം കൈ ഒന്ന് അടിച്ച് ഒന്ന് സ്തോത്രം ചെയ്തേ. ഒരു വാക്ക്
പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് കാട്ടിലൂടെ നടന്നു വന്ന 2 മണിക്കൂർ. നമ്മുടെ വീട്ടുപടിക്കൽ ബസ്സില്ലെങ്കിൽ നമ്മൾ യോഗത്തിന് വരികയില്ല. ഇല്ല, നിങ്ങൾ കേട്ടില്ലേ? എനിക്ക് ഇവരോടുള്ള ഏറ്റവും ഭയങ്കര സ്നേഹമാണ്. ഇവർ 2 പേരും ജോലിക്ക് പോയിട്ടാണ് ഇവരെല്ലാം ഇവിടെ കൊണ്ടുവരുന്നത്. എല്ലാം കൂലിപ്പണിക്കാരാ. നമ്മുടെ ന്യൂ ഇയർ സർവീസിന് അവർ വലിയ വണ്ടി വിളിച്ചോണ്ടാ വന്നേ. എനിക്കിപ്പോഴും അതിൻ്റെ ഒരു സങ്കടമുണ്ട്. അവർക്ക് ഞാനൊന്നും കൊടുത്തില്ല. ഒത്തിരി പൈസ അതിന് ചിലവായി. ഞാനിന്ന് ജീസസോട് പറഞ്ഞു, ഇവിടെ ഗൂഗിൾ പേ നമ്പർ വാങ്ങിക്കണം, അവർക്ക് വണ്ടിക്കൂലി കൊടുക്കണം. രാമയും പറ, വണ്ടിക്കൂലി 10-25,000 രൂപ ആയത്. ഞാനൊന്നും കൊടുത്തില്ല. എനിക്ക് കുറ്റവാദം. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു, എനിക്ക് നമ്പർ കിട്ടിയില്ല, അല്ല ഞാൻ അത് തന്നെ ഞാൻ വാങ്ങിച്ചു കൊടുത്തേനെ. ഞാനൊരു കാര്യം പറയുക, നിങ്ങളെ ദൈവം ആദരിക്കും. നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാ. ആ പട്ടണത്തിൽ വലിയ കാര്യം കർത്താവ് ചെയ്യും. പ്രിയരെ, ഞങ്ങളെ സുവിശേഷ വേല ചെയ്യുന്നത് എങ്ങനെയാ? കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്നത് എങ്ങനെയാ? യേശു വാക്ക് പറഞ്ഞാൽ മാറുകയല്ല. ബ്രദറെ, ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കുന്നു. സിസ്റ്ററെ, നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും. എൻ്റെ ഒരു സാക്ഷ്യം, കർത്താവ് ഇവിടെ വന്ന ശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ വർഷങ്ങളായി ഹിന്ദുക്കളാണ് ഞങ്ങൾ. കർത്താവിനെ അറിയാൻ തുടങ്ങിയ അന്ന് മുതൽ ഞാൻ ഒരുപാട് ഓടി. എങ്കിലും ഇവിടെ ചുരുക്കത്തിൽ ഞാൻ പറയാം, അടുത്തൊരു സാക്ഷി ഞങ്ങളുടെ വലുതായിട്ട് വരും. വലിയൊരു കാര്യം പറഞ്ഞാൽ, ഞാൻ ഹിന്ദുവിൽ ജനിച്ച്, എൻ്റെ പേര് വൃന്ദ, എൻ്റെ ഭർത്താവിൻ്റെ പേര് കൃഷ്ണ. എനിക്ക് 2 മക്കളുണ്ട്, വീട്ടിൽ അമ്മയുണ്ട്. ഞാൻ വീട്ടിൽ ആടുകളൊക്കെ നോക്കി നടക്കും. ഏട്ടൻ കൂലിപ്പണിക്ക് പോയിട്ടാണ്. അങ്ങനെ ഞങ്ങളൊരു കുഞ്ഞ് കൊറോണ മുതൽ നമ്മൾ യൂട്യൂബിൽ ബ്രദറിൻ്റെ മീറ്റിംഗ് കണ്ടു. കുറച്ച് വർഷങ്ങളായിട്ട് അവിടെ എത്തിപ്പെട്ടു. അതിനുശേഷം ഇന്നു വരെയും എൻ്റെ ദൈവം എന്നെ വീട്ടിൽ തന്നെ ഒരു ചർച്ചാക്കിയിട്ട് നടത്തിയിട്ടുണ്ട്. അത്ഭുതങ്ങൾ എൻ്റെ ദൈവം എനിക്ക് ചെയ്തു. കർത്താവിൻ്റെ വലിയ കാരുണ്യം കൊണ്ട് മാത്രം ഇരിക്കുകയാണ്. കഴിഞ്ഞ മാസം എൻ്റെ മൂത്ത മോന് 23 വയസ്സായി. അവൻ ഡിഗ്രി കഴിഞ്ഞു, ആർമിയിൽ സെലക്ഷൻ കിട്ടി. ഇപ്പോൾ അവൻ ജോലിക്ക് പോയി. ദൈവത്തിൻ്റെ ഒരു അത്ഭുത വിടുതൽ ഞങ്ങൾക്ക് അവിടെ ചെയ്തു തന്നു. ഒരു കുറവുമില്ലാതെ ദൈവം, ഞാൻ ഒന്ന് കർത്താവെ എനിക്ക് പ്രാപ്തി ഉണ്ടാകുമ്പോൾ എവിടെയാണോ ദൈവശബ്ദം ഒന്ന് ഓടണം എന്ന് ആഗ്രഹിച്ചു. ഓടി 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 കർത്താവ് എത്തിക്കേണ്ട അവിടെ ഒന്ന് എത്തിച്ചു. അവിടെ നിന്നു. അവിടെ നിന്ന ശേഷം ഇന്ന് വരെ എനിക്ക് പുറകോട്ട് നോക്കണ്ട ഒരു ചാൻസും വന്നിട്ടില്ല. ദൈവത്തിന്റെ വചനം പറഞ്ഞു, കർത്താവിന്റെ വചനം എന്ത് പറഞ്ഞോ അത് ഞാൻ അനുസരിച്ചു. അതും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് എല്ലാവർക്കും തരണം. ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ ഉണ്ടാവണം. നിങ്ങൾ വന്നവരിന് ഒരാളിനും ദൈവം ലജ്ജിപ്പിക്കില്ല. എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ സീറോയിലും ഇല്ലായ്മയിലും കടന്നവളാണ്. കുപ്പയിൽ കടന്ന എന്നെ ദൈവം ഇത്ര മാനിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം മാനിക്കും. ഞങ്ങളെ ലോകം മുഴുവനും തള്ളി, കുടുംബം തള്ളി, കൂടപ്പറപ്പുകൾ തള്ളി, പക്ഷേ ദൈവം ചേർത്തു. അതുപോലെ ബ്രദർ ഒരു വാക്ക് പറഞ്ഞു, എൻ്റെ സിസ്റ്ററും ബ്രദറാണെന്ന്. എനിക്ക് അങ്ങനെ എന്നെ ഒരു ചേർക്കാനോ എന്നെ ചേർത്ത് പിടിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ദൈവം എന്നെ അന്ന് ചേർത്തത് മുതൽ എനിക്ക് ഒരു കുറവും ദൈവം വരുത്തിയില്ല. സന്തോഷവും സമാധാനവും സ്നേഹവും യേശുവിനെ കണ്ട അന്നു മുതൽ ഇന്ന് വരെ ഉണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ വലിയ മഹത്വമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടിയിട്ടും ഇതുപോലെ ഒരുപാട് കെട്ടപ്പെട്ടതുകളാണ് അവിടെ വരുന്നത്. അവർക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പാസ്റ്റർ പറഞ്ഞു, പൈസ ഞങ്ങൾക്ക് അത് വേണ്ട എന്ന് പറഞ്ഞു. കർത്താവ് ഒറ്റ വാക്ക് പറഞ്ഞിട്ട്, നിങ്ങളുടെ അധ്വാനം ഇല്ലെങ്കിൽ നമ്മൾ കടം മേടിച്ച് ഇങ്ങനെ ഉള്ളവിടേക്ക് പോകണം. അല്ലാതെ നമ്മള് വേറെ എല്ലാം നമ്മുടെ നടക്കലില്ലേ. 100 രൂപ ഇതിനു വേണ്ടി കടം മേടിച്ച ഒരു കുറവുമില്ല. ഞാൻ ചിന്തിക്കണം അവളാണ്. ആ കടം മേടിച്ചാലും ഞാൻ ആരാധനയ്ക്ക് പോകും. വീട്ടിൽ ഒരു ദിവസം പട്ടിണി കിടന്നാൽ ഒരു വിഷയമില്ല എന്ന് പറഞ്ഞ് നടത്തിയത് മുതൽ ഇന്ന് വരെ എന്നെ പട്ടിണിക്ക് ഇട്ടിട്ടില്ല. എല്ലാ കാര്യം ദൈവം നടത്താൻ നമ്മൾ ഓടില്ല. ഒരു ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ കടം വാങ്ങില്ലേ, പക്ഷേ നമ്മൾക്ക് എന്തുകൊണ്ട് ആരാധനയ്ക്ക് അപ്പോൾ ഒരു 500 രൂപ വാങ്ങിയ എന്ന് മാത്രം ചിന്തിച്ച് അവിടെ നിന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് കടം വാങ്ങേണ്ട ആവശ്യം വന്നില്ല. എൻ്റെ മോന് ഗവൺമെന്റ് ജോലി ദൈവം ഒരുക്കി കൊടുത്തു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവാണ്.